നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ കുടുംബത്തിലോ ജോലിസ്ഥലത്തോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാതിരിക്കുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും നൽകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില ആളുകൾ മുറിയിലേക്ക് കടന്നുവരുമ്പോൾ തന്നെ മറ്റുള്ളവർ അവർക്ക് ബഹുമാനം നൽകുകയും അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നത്, എന്നാൽ മറ്റു ചിലർ എത്രയൊക്കെ പരിശ്രമിച്ചാലും അവരെ ആരും ഗൗനിക്കാതിരിക്കുന്നത്? ഇതിന് കാരണം നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടോ നിങ്ങളുടെ സൗന്ദര്യമോ ഒന്നുമല്ല. ഇത് പൂർണ്ണമായും നിങ്ങൾ നിങ്ങളെത്തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ബഹുമാനമെന്നത് ആരും നമുക്ക് വെറുതെ തരുന്ന ഒന്നല്ല, അത് നാം നേടിയെടുക്കേണ്ടതാണ്. പലപ്പോഴും നാം മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും അംഗീകാരവും ബഹുമാനവും ആഗ്രഹിക്കുന്നു. അതിനായി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നാം ഓടിച്ചെല്ലുന്നു. അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്നു. എന്നാൽ തിരികെ ലഭിക്കുന്നത് അവഗണന മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭാരതത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ആചാര്യ ചാണക്യൻ നൽകിയിട്ടുണ്ട്. ചാണക്യനീതി എന്നത് കേവലം രാജാക്കന്മാർക്ക് രാജ്യം ഭരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല. അത് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്നു പഠിപ്പിക്കുന്ന ഒരു ജീവിതരേഖയാണ്. ഇന്നത്തെ കാലത്ത് വ്യക്തിത്വം വികസിപ്പിക്കാനും സമൂഹത്തിൽ സ്വന്തമായൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചാണക്യന്റെ തത്വങ്ങൾ ഒരു വഴികാട്ടിയാണ്. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത്. ആ ഒരൊറ്റ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ് എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ വിലകുറച്ച് കാണുന്നത് എന്നതിന്റെ അടിസ്ഥാന കാരണം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും എളുപ്പത്തിൽ ലഭിക്കുന്നവയെ വിലകുറച്ച് കാണാൻ പ്രവണതയുള്ളതാണ്. ആവശ്യത്തിലധികം ലഭിക്കുന്ന ഒന്നിനും ഈ ലോകത്ത് വലിയ വിലയില്ല. അത് സ്വർണമായാലും ശരി, മനുഷ്യന്റെ സാന്നിധ്യമായാലും ശരി. ഈയൊരു സത്യം മനസ്സിലാക്കാതെയാണ് പലരും സമൂഹത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അർഹിക്കുന്ന ബഹുമാനം ലഭിക്കാത്തത്. നിങ്ങൾക്ക് ഈ വിഷയം പ്രസക്തമായി തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നതിനായി നിങ്ങൾ വരുത്തേണ്ട ആ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമിതാണ്: നിങ്ങളുടെ അമിതമായ ലഭ്യത കുറയ്ക്കുക. അതോടൊപ്പം നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളുടെ അളവ് കുറച്ച് അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇത് നടപ്പിലാക്കാൻ വലിയ മാനസിക നിയന്ത്രണം ആവശ്യമാണ്. പലപ്പോഴും ആളുകൾക്ക് ബഹുമാനം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം അവർ എല്ലാവർക്കും എപ്പോഴും എളുപ്പത്തിൽ ലഭ്യമാകുന്നു എന്നതാണ്. ഒരാൾ നിങ്ങളെ വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ അവർക്കായി ഓടിച്ചെല്ലുന്നുണ്ടെങ്കിൽ, അവർ ചോദിക്കുന്നതിനു മുൻപ് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നിയേക്കാം. എന്നാൽ കാലക്രമേണ അത് നിങ്ങളുടെ കടമയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നോ അവർ ചിന്തിക്കാൻ തുടങ്ങും. അവിടെ നിങ്ങളുടെ വില ഇടിയുകയാണ് ചെയ്യുന്നത്. ചാണക്യൻ പറയുന്നു, കാട്ടിലെ മരങ്ങൾ ശ്രദ്ധിക്കുക. നേരെ വളർന്നു നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. അതുപോലെ സമൂഹത്തിൽ അമിതമായി നല്ലവനായി നടക്കാൻ ശ്രമിക്കുന്നവരെയാണ് മറ്റുള്ളവർ എളുപ്പത്തിൽ ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുന്ന നിങ്ങളുടെ ആ സ്വഭാവം മാറ്റുക. നിങ്ങൾക്കും നിങ്ങളുടേതായ തിരക്കുകളുണ്ടെന്നും നിങ്ങളുടെ സമയത്തിനും വിലയുണ്ടെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഇതിനർത്ഥം ആരെയും സഹായിക്കേണ്ട എന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ജീവിതവും ലക്ഷ്യങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവർക്കു വേണ്ടി മാത്രം ജീവിക്കുന്നത് അവസാനിപ്പിക്കുക എന്നാണ്. ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ തന്നെ അതെ എന്ന് പറയുന്നതിനു പകരം കുറച്ചു സമയം ചോദിക്കുക. എനിക്ക് വരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ, എന്റെ തിരക്കുകളൊന്ന് നോക്കട്ടെ എന്ന് പറയാൻ ശീലിക്കുക. എപ്പോഴും വിളിക്കുമ്പോൾ കിട്ടുന്ന ആളാകാതെ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നിപ്പിക്കുക. നിങ്ങൾക്ക് വരാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ധൈര്യമായി ഇല്ല എന്ന് പറയാൻ പഠിക്കുക. പലർക്കും മറ്റുള്ളവരോട് നോ പറയാൻ വലിയ പേടിയാണ്. താൻ നോ പറഞ്ഞാൽ അവർക്ക് സങ്കടമാകുമോ, അവരുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി പലതും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഓർക്കുക, നിങ്ങൾ എപ്പോഴും അതെ എന്ന് പറയുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആ വാക്കിന് യാതൊരു വിലയുമില്ല. ആവശ്യമുള്ളപ്പോൾ ശക്തമായി നോ പറയാൻ അറിയുന്നവന്റെ അതെ എന്ന വാക്കിനാണ് സമൂഹത്തിൽ വിലയുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. അത് നിങ്ങളുടെ വാക്കുകളുടെ ഉപയോഗമാണ്. ചാണക്യൻ എപ്പോഴും ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട്: അമിതമായി സംസാരിക്കുന്നവന്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമുണ്ടാകില്ല. എവിടെ, എന്ത്, എത്രത്തോളം സംസാരിക്കണം എന്നറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നിങ്ങൾ ഒരു കൂട്ടം ആളുകൾക്കിടയിലിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളിലും കയറി ഇടപെടുകയും നിർത്താതെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആരും വലിയ പ്രാധാന്യം നൽകില്ല. കാരണം നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നാൽ ആ കൂട്ടത്തിൽ മിണ്ടാതെയിരുന്ന് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും ആവശ്യമുള്ളപ്പോൾ മാത്രം വളരെ കൃത്യവും വ്യക്തവുമായ മറുപടി നൽകുകയും ചെയ്യുന്ന ഒരാളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിശബ്ദരായി അത് കേൾക്കും. അതാണ് മൗനത്തിന്റെ ശക്തി. മൗനം എന്നത് ഒരു വലിയ ആയുധമാണ്.
അത് നിങ്ങളെ കൂടുതൽ നിഗൂഢനാക്കുന്നു. നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ സമൂഹം എപ്പോഴും ഒരുതരം ബഹുമാനത്തോടെയും അല്പം ഭയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾ അമിതമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദൗർബല്യങ്ങളും നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നുകാട്ടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എത്ര അടുത്ത സുഹൃത്തായാലും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി പദ്ധതികൾ എന്നിവയെക്കുറിച്ച് അമിതമായി സംസാരിക്കരുത്. ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അവരോട് പങ്കുവച്ച രഹസ്യങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ തന്നെ ആയുധമായി ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, അത് പ്രവർത്തിച്ചു കാണിക്കുക. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് ആളുകളോട് വിളിച്ചു പറയുന്നതിനേക്കാൾ അവർക്ക് ബഹുമാനം തോന്നുക നിങ്ങൾ ആ വലിയ കാര്യം ചെയ്തു തീർക്കുമ്പോഴാണ്. നിങ്ങളുടെ വിജയങ്ങൾ സംസാരിക്കട്ടെ, അല്ലാതെ നിങ്ങളുടെ നാവാകരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുമ്പോഴോ കളിയാക്കുമ്പോഴോ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക. നിങ്ങളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിലാണെന്നാണ്. ഒരു യഥാർത്ഥ വ്യക്തിത്വത്തിനുടമയായ ഒരാൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിയന്ത്രണം വിടില്ല. ആരെങ്കിലും നിങ്ങളെ മോശമായി സംസാരിച്ചാൽ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും മാറി നിൽക്കുക. നിങ്ങളുടെ ആ നിശബ്ദത അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ മറുപടിയായിരിക്കും. താൻ പറഞ്ഞ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകിയില്ലല്ലോ എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കും. അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. ബഹുമാനം നേടിയെടുക്കുക എന്നത് ഒരു കലയാണ്. അതിന് ആദ്യം നിങ്ങൾ നിങ്ങളെത്തന്നെ ബഹുമാനിക്കാൻ തുടങ്ങണം. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വലിയ വില നൽകുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരും നിങ്ങൾക്ക് വില നൽകി തുടങ്ങും. നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ സംസാരരീതി ഇവയിലെല്ലാം ഒരു ആത്മവിശ്വാസം പ്രകടമാകണം. നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. സാമ്പത്തികമായി സ്വതന്ത്രനാകുക. ഒരാൾ സ്വന്തം കാലിൽ നിൽക്കുകയും സ്വന്തം ജീവിതം വ്യക്തമായ ലക്ഷ്യങ്ങളോടെ മുന്നോട്ടുകൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ സമൂഹം അയാളെ താനേ ബഹുമാനിക്കാൻ തുടങ്ങും. ചാണക്യന്റെ ഈ മുന്നറിയിപ്പുകൾ കാലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നത്തെ മനുഷ്യർക്കിടയിലും ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നാം എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് സ്വന്തം ജീവിതത്തിലെ ഓരോ നിമിഷവും മറ്റുള്ളവരെ കാണിക്കാനും അവരുടെ ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടി കാത്തിരിക്കാനും നാം ശീലിച്ചിരിക്കുന്നു. ഈ അമിതമായ പ്രദർശനത്വര നമ്മെ വിലകുറഞ്ഞവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിഗൂഢത നിലനിർത്തുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം എപ്പോഴുമുണ്ടാകും. നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്നവർക്ക് നിങ്ങളോട് വലിയ താൽപ്പര്യം കാണില്ല. എന്നാൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചുരുക്കത്തിൽ, മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം പിടിച്ചുവാങ്ങാൻ ശ്രമിക്കരുത്. നിങ്ങൾ ബഹുമാനമർഹിക്കുന്ന ഒരു വ്യക്തിയായി സ്വയം മാറുക. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. അനാവശ്യമായി അത് മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കാതിരിക്കുക. വാക്കുകൾ അമ്പുകൾ പോലെയാണ്, അത് എയ്തുവിടുന്നതിനു മുൻപ് കൃത്യമായി ലക്ഷ്യമുറപ്പിച്ചിരിക്കണം. അർത്ഥമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ സംസാരിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി നിങ്ങളുടെ വ്യക്തിത്വം മാറ്റിവെക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക, എന്നാൽ നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ നിരന്തരം പരിശ്രമിക്കുക. ചാണക്യൻ പറഞ്ഞ ആ ഒരൊറ്റ മാറ്റം ഇന്ന് തന്നെ തുടങ്ങുക. മാറ്റം നിങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ.